ഉമ്മമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒറ്റക്ക് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്. കൂടെ വന്ന് കിടക്കാൻ മക്കൾ ഒരു നിലക്കും ഒരുക്കമാകൂല, കൂട്ടുകാരൊരു നിലക്കും അവിടെ സമ്മതിക്കൂല, ആരും അതിന് തയ്യാറാകൂല. ആ ഒറ്റക്ക് കിടക്കുന്ന കേന്ദ്രത്തില് ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്നത് എന്നും കൂടെ കൊണ്ട് നടക്കുന്ന അമലാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നൊരു ഹദീസ് കാണാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ബൈത്തല്ലദീ യുഖ്റഉ ഫീഹിൽ ഖുർആൻ, ഖുർആനോത്ത് നടക്കുന്ന വീട്. നമ്മളെ വീടുകളൊക്കെ എന്നും ഖുർആനോത്ത് നടക്കുന്ന വീടുകളാകണം. മരിക്കുന്ന സമയത്ത് മാത്രം ഖുർആനോത്ത് നടന്നാ പോരാ, എന്നും ഖുർആനോത്ത് വീട്ടിൽ നടക്കണം. അത് വലിയ റഹ്മത്തിനും ബറക്കത്തിനും കാരണമാണ്, വലിയ ശിഫായിനും ആഫിയത്തിനും കാരണമാണ്. ഖുർആനോത്ത് നടക്കുന്ന വീട് അലൈഹി ഖൈമത്തും മിൻ നൂർ, ആ വീട്ടിൽ ഒരു വെളിച്ചത്തിന്റെ, ഒരു പ്രകാശത്തിന്റെ ഖൈമയുണ്ട്. യഖ്തദി ബിഹാ അഹ്ലുസ്സമാ, ആ ഖൈമയോട് അനുകരിക്കുന്നത് ആകാശലോകത്തുള്ള ആളുകളാണ്. മലക്കുകളില്ലേ ആകാശലോകത്ത്, എണ്ണം നിർണയിക്കാൻ കഴിയാത്ത അത്രയും ഇല്ലേ. കമാ യഖ്തദി ബിൽ കൗകബിദ്ദുദ്ദി ഫീ ലുജജിൽ ബിഹാർ വഫിൽ അർളിൽ ഖഫരി, പ്രകാശിക്കുന്ന നക്ഷത്രത്തെ നോക്കിയിട്ട് ആഴക്കടലിലുള്ള മത്സ്യങ്ങളും മറ്റുമൊക്കെ സഞ്ചരിക്കുന്നത് പോലെ മരുഭൂമിയിൽ അടയാളമില്ലാത്ത ഭൂമിയിൽ നക്ഷത്രത്തെ അടയാളം വെച്ച് ആളുകൾ സഞ്ചരിക്കും പോലെ, അനുകരിക്കും പോലെ ഈ ഖുർആൻ ഓതുന്ന വീടിന്റെ മുകൾ ഭാഗത്ത് പ്രകാശത്താലുള്ള നല്ലൊരു ഖൈമയുണ്ട്. യഖ്തദി ബിഹാ അഹ്ലുസ്സമാ, ആകാശ ലോകത്തുള്ളവര് ആ ഖൈമയെ പിന്തുടരുന്നു. ഫഇദാ മാത സ്വാഹിബുൽ ഖുർആൻ, ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന ആള് മരണപ്പെട്ടു പോയാൽ റുഫിയത്തിൽക്കൽ ഖൈമതു, ആ വീടിന്റെ മേലെയുള്ള ഖൈമ നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണുന്ന ഖൈമയല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹിച്ച പ്രകാശത്തിന്റെ ഒരു ഖൈമയുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഖുർആൻ ഓതുന്ന വീട്ടിലേക്ക് വരുന്നത് മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിലല്ല, മറ്റൊരു വിളക്കിന്റെ പ്രകാശത്തിന്റെ രൂപത്തിൽ മഹാന്മാർ പലരും കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു രൂപം കണ്ടത് സുബ്ഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങനെ ഖുർആൻ ഓതി, സൂറത്തുൽ കഹ്ഫാണ് ഓതിയതെന്നും സൂറത്തുൽ ബഖറയാണ് ഓതിയതെന്നും ഒക്കെ റിപ്പോർട്ടിൽ കാണാം. ഓതുമ്പോ ഓതിക്കഴിഞ്ഞ് 3 പ്രാവശ്യം ഓതിയിട്ട് ഞാൻ ഓത്ത് നിർത്തിയ രൂപത്തിൽ ഇനി ഓതുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് ഞാനിങ്ങനെ വരുമ്പോൾ വീടിന്റെ മേൽഭാഗത്തേക്ക് നോക്കുമ്പോൾ മേൽഭാഗത്തുണ്ട് ഒരു മേഘം, മേഘത്തിലുണ്ട് അംസാലുൽ മസാബി, ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ കത്തി നിൽക്കും. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തിൽക്കൽ മലായിക, അത് മലക്കുകളാണ് ആ കണ്ട പ്രകാശങ്ങൾ വെളിച്ചങ്ങളൊക്കെ. ധനത്തിലി സൗത്തിക്ക, നിങ്ങൾ ഖുർആൻ ഓതുന്ന സുന്ദരമായ ശബ്ദം കേട്ടിട്ട് മലക്കുകൾ ഇറങ്ങി വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹത യൻദുറു നാസു ഇലൈഹാ ലാ തതവാറ അൻഹും, നേരം വെളുക്കും വരെ നിങ്ങൾ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ ആളുകൾക്കൊക്കെ കാണാമായിരുന്നു ആ വിളക്ക്, ആ പ്രകാശമൊക്കെ. നിങ്ങൾ ഓത്ത് നിർത്തിയപ്പോ പിന്നെ അവർ ഉയർന്നുപോയി. ഖുർആൻ എന്നും ഓതുന്ന വീട്ടിലെ ഖുർആൻ ഓതുന്ന ആള് മരണപ്പെട്ടാൽ പ്രകാശത്തിന്റെ ഖൈമയെ ഉയർത്തപ്പെടുന്നു. ഫതൻദുറുൽ മലായികതു മിനസ് സമാ, മേൽഭാഗത്തുനിന്ന് മലക്കുകൾ താഴ്ഭാഗത്തേക്ക് നോക്കുന്നു. ഫലാ യറൗന ദാലികൻ നൂർ, എന്നും കാണുന്ന ആ പ്രകാശം അവർ കാണുന്നില്ല. അപ്പൊ മേൽഭാഗത്തുള്ള മലക്കുകൾ ചോദിക്കുന്നു, എന്താണ് അവിടെ പ്രകാശത്തിന്റെ ഒരു ഖൈമയുണ്ടായിരുന്നല്ലോ ഇന്നലെ, അതിന്റെ തലേ ദിവസം അതിന്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. വേറെ ചില മലക്കുകൾ പറയുന്നു, ഖുർആൻ ഓതുന്ന ആളെ കൊണ്ടാണ് ആ ഖൈമയുണ്ടായിരുന്നത്, ഖുർആൻ ഓതുന്ന ആള് മരണപ്പെട്ടു പോയി. അങ്ങനെയാണ് എന്ന് പറയുമ്പോ മലക്കുകൾ അതാ ഓരോ ആകാശങ്ങളിലും ചുറ്റിക്കറങ്ങുന്നു. ഫതുസല്ലിൽ മലായികതു അലാ റൂഹിഹി ഫിൽ അർവാഹ്, അർവാഹുകളുടെ കൂട്ടത്തിൽ ഈ ഖുർആൻ ഓതുന്ന വ്യക്തിയുടെ അർവാഹ്, ആ അർവാഹിന് വേണ്ടി മലക്കുകൾ പ്രത്യേകം ദുആ ചെയ്യുന്നു.
ثم تستغفر له إلى يوم يبعث പുനരുദ്ധാരണ ദിവസം വരെ ആ വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമാ മിൻ റജുലിൻ തഅല്ലമ കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഏതൊരു വ്യക്തിയും സുമ്മ സല്ലാ സഅതൻ മിൻ ലൈൽ, രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരവും ആ ഖുർആനോത്തും ആ മനുഷ്യൻ ഏറ്റവും വലിയ സന്തോഷമാകും. ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജാഅൽ ഖുർആനു ഫീ സൂറത്തിൻ ഹസനത്തിൻ ജമീലാ, നല്ല ഭംഗിയുള്ളൊരു രൂപത്തിൽ ഖുർആൻ അതാ അവന്റെ തജ്ഹീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തേക്ക് ഖുർആൻ വരുന്നു. ഫവഖഫ ഇൻദ റഅസിഹി, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ തലഭാഗത്ത് നിൽക്കുന്നു. ഹത്താ യുദ്റജ ഫീ അക്ഫാനിഹി, അവന്റെ കഫംബുടയിലേക്ക് ആ രൂപം പ്രവേശിക്കുന്നു. ഫയകൂനുൽ ഖുർആനു അലാ സദ്രിഹി ദൂനൽ കഫൻ, കഫന്റെ മറ്റൊരു ഭാഗത്തായിട്ട്, നെഞ്ചിന്റെ ഒരു ഭാഗത്തായിട്ട് ഖുർആൻ രൂപം പ്രാപിച്ചു വന്ന ഖുർആൻ നിൽക്കുന്നു. ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ, മണ്ണിട്ട് സമമാക്കിയിട്ട് ആളുകളൊക്കെ പിരിഞ്ഞു പോന്നാൽ അതാഹു മുൻകറുൻ വനകീർ, മുൻകർ നകീർ അലൈഹിമുസ്സലാം അവിടെ വരും. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദ്യങ്ങൾ ആരംഭിക്കാൻ നോക്കുമ്പോ ഫയജീഉൽ ഖുർആനു ഹത്താ യകൂന ബൈനഹു വബൈനഹുമാ, മുൻകർ നകീർ അലൈഹിമുസ്സലാം ഒരു ഭാഗത്ത്, അതേ ചോദ്യം ഉത്തരം പറയാൻ നിൽക്കുന്ന ഖബറാൾ ഒരു ഭാഗത്ത്, അവർക്ക് മറ്റൊരു ഭാഗത്തായി രൂപം പ്രാപിച്ചു വന്ന ഖുർആൻ ഉണ്ട്. ഖുർആൻ ചോദിക്കും ഈ രൂപം പ്രാപിച്ചു വന്ന ആളോട്, നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഈ വ്യക്തിയോട് നമുക്ക് ചിലത് ചോദിക്കാനുണ്ട്. അതേ ചോദിക്കാനുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ അതിന് തകരാറൊന്നും ആക്കുന്നില്ല. ഫഇന്നീ ലസ്തു ഉഫാരിഖുഹു ഹത്താ ഉദ്ഖിലഹുൽ ജന്ന, ഞാൻ എപ്പോഴും ഈ കൂട്ടുകാരന്റെ കൂടെയുണ്ടാകും, വിട്ടുപിരിയാതെ കൂടെയുണ്ടാകും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ എന്നും കൂടെയുണ്ടാകും. എന്റെ കൂടെ പിടിച്ചാണ് നാട്ടിൽ അവൻ ഖുർആൻ ഓതിയത്, എന്നും എന്നെ മറിച്ച് ഖുർആൻ ഓതുന്ന വ്യക്തിയല്ലേ, ആണല്ലേ പെണ്ണല്ലേ, ഇവിടെ മാത്രമല്ല പരലോകത്തും ഞാൻ കൂടെയുണ്ടാകും. സ്വർഗത്തിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ട്. സുമ്മയൻദുറുൽ ഖുർആനു ഇലാ സ്വാഹിബി, പിന്നെ ഖബറാളിയിലേക്ക് ഖുർആൻ നോക്കുന്നു. എന്നിട്ട് പറയുന്നു, അനൽ ഖുർആനുല്ലദീ കുന്തു തജ്ഹറു ബി തുഖ്ഫീനി വതുഹ്ബി തുജ്ബുനി, ഞാൻ ഖുർആനാണ്, നീ ഉറക്കെ ഓതിയിരുന്ന പതുക്കെ ഓതിയിരുന്ന ഖുർആൻ ഞാനാണ്. ഫാന ഹബീബുക, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, നിന്റെ സുഹൃത്താണ്, നിന്നെ ഒരിക്കലും വിട്ടുപിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും നിന്റെ കൂടെയുണ്ട്, നിനക്ക് എല്ലാ സന്തോഷത്തിനും കൂടെയുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലെത്തുമ്പോഴും കൂടെ ഖുർആൻ രൂപം പ്രാപിച്ചുണ്ട്. മുഅ്മിനീങ്ങളെ, നിത്യജീവിതത്തിൽ ഖുർആനോത്ത് പതിവാക്കുന്നൊരു മനുഷ്യന് ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന ഖബറിലും ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിലും എല്ലാ സന്ദർഭങ്ങളിലും ഖുർആൻ അവർക്ക് തുണയാകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന അമലുകൾ ഒന്നും മോശം വരാത്ത രൂപത്തില്, കുറവ് വരാത്ത രൂപത്തില് നിത്യജീവിതത്തിൽ പതിവാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ.